ഹലോ എവരി വൺ, വെൽക്കം ടു സ്മാർട്ട് ഷോ ഇ ടി. നമുക്കിന്നൊരു റീഡിങ്ങിൻ്റെ സെക്ഷൻ പഠിച്ചാലോ? ഓക്കെ, സോ റീഡിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇടാം, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഷെയർ ചെയ്തിട്ടുണ്ട്, നമുക്കതിൻ്റെ ഓപ്ഷൻസിലേക്കൊന്ന് വരാം. ക്വസ്റ്റ്യൻ ആദ്യം വായിക്കാം. വാട്ട് പോയിന്റ് ഈസ് മെയ്ഡ് എബൌട്ട് ഇൻകറക്റ്റ് ഡയഗ്നോസിസ് ഇൻ ദ സെക്കൻഡ് പാര? അതിന് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വേർഡ് ഇൻകറക്റ്റ് ഡയഗ്നോസിസ് എന്നാണ്. ഇൻകറക്റ്റ് ഡയഗ്നോസിസിൻ്റെ മീനിങ് എല്ലാവർക്കും അറിയാമല്ലോ, തെറ്റായിട്ടുള്ള ഡയഗ്നോസിസ് എന്നാണ്. അതിനെക്കുറിച്ച് എന്താണ് സെക്കൻഡ് പാരയിൽ പറയുന്നതെന്നാണ്. സെക്കൻഡ് പാരയിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്, നമ്മളിപ്പോൾ വായിക്കും മനസ്സിലാവും. മെഡിക്കൽ എറേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻകറക്റ്റ് ഡയഗ്നോസിസിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇതിൽ കൃത്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് ഡയഗ്നോസിസിനെ കുറിച്ച് എന്ത് പറയണു എന്നുള്ളതാണ്, അല്ലാതെ മെഡിക്കൽ എറേഴ്സിനെ കുറിച്ചല്ല. നമുക്കൊന്ന് നോക്കാം, നമ്മുടെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ഈസ് ദിസ് ദ ഫ്യൂച്ചർ ഓഫ് മെഡിസിൻ? ഓക്കെ, ഇതാണോ ഫ്യൂച്ചർ മെഡിസിൻ്റെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ചേഴ്സ് ഹാവ് ലോങ് ഡ്രീംഡ് ഓഫ് ക്രിയേറ്റിംഗ് മെഷീൻസ് ദാറ്റ് ക്യാൻ ഡയഗ്നോസ് ഹെൽത്ത് കണ്ടീഷൻസ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ചേഴ്സ് ഒത്തിരി നാളുകളായിട്ട് സ്വപ്നം കാണുവാണ് മെഷീൻ ഉണ്ടാക്കുവാനായിട്ട്. എന്ത് മെഷീനാണ്? ഒരു ഹെൽത്ത് കണ്ടീഷനൊക്കെ ഡയഗ്നോസിസ് ചെയ്യുന്ന ഒരു മെഷീൻ നിർമ്മിക്കണമെന്നുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ചേഴ്സിൻ്റെ വളരെ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. സജസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് ടു ഡോക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ അവർ ആലോചിക്കുന്ന അല്ലെങ്കിൽ അവർ സൃഷ്ടിക്കണം എന്ന് വിചാരിക്കുന്ന മെഷീന് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് അടുത്തതിൽ പറയുന്നത്, അതിൻ്റെ ഫങ്ഷൻസ്. ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് ടു ഡോക്ടേഴ്സിന് സജസ്റ്റ് ചെയ്യണം. ഈവൻ പ്രിഡിക്റ്റ് ഹൗ എ പേഷ്യൻ്റ് ഹെൽത്ത് വിൽ ചേഞ്ച്. ഒരു പേഷ്യൻറ്റിൻ്റെ ഹെൽത്ത് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് വരെ പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒരു മെഷീൻ നിർമ്മിക്കണമെന്നാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് സച്ച് ആൻഡ് വുഡിൻ ബി സ്പീഡ് ബട്ട് പ്രിസിഷൻ. എ സ്റ്റഡി പബ്ലിഷ്ഡ് ഏർലിയർ ദിസ് ഇയർ ഫൗണ്ട് ദാറ്റ്. അടുത്ത നമ്മുടെ ആൻസറിലോട്ട് വരുവാണ് കേട്ടോ. ഇതിന് മുന്നേ പറഞ്ഞതല്ല അത് ജസ്റ്റ് എക്സ്പ്ലനേഷൻ. നമുക്ക് അവർ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനിയാണ് നമ്മുടെ ക്വസ്റ്റ്യനകത്തേക്ക് വരുന്നത്. എ സ്റ്റഡി പബ്ലിഷ്ഡ് ഏർലിയർ ദിസ് ഇയർ. അപ്പോൾ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ നേരത്തെ ഒരു സ്റ്റഡി പബ്ലിഷ് ചെയ്തിരുന്നു. എന്താണ്? നമ്മുടെ ആൻസറിലോട്ട് വരുവാണ്. ദാറ്റ് മെഡിക്കൽ എറർ ഈസ് ദ തേർഡ് ലീഡിങ് കോസ് ഓഫ് ഡെത്ത് ഇൻ ദ US. അപ്പോൾ മെഡിക്കൽ എറർ ആണ് US-ലെ മൂന്നാമത്തെ മരണത്തിനുള്ള കാരണം. ആൻഡ് എ സിഗ്നിഫിക്കൻറ്റ് ചങ്ക് ഓഫ് ദാറ്റ് ഈസ് ഇൻകറക്റ്റ് ഡയഗ്നോസിസ്. മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സിഗ്നിഫിക്കൻ്റ് എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണം എന്താണ്? ഇൻകറക്റ്റ് ഡയഗ്നോസിസ് ആണ് എന്നുള്ളതാണ് ഇവിടെ നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. ഇനിയാണ് നമ്മൾ ക്വസ്റ്റ്യനെ വായിച്ചിട്ടുള്ളൂ, പാരഗ്രാഫ് വായിച്ചു, ഓപ്ഷൻസ് വായിക്കാം. ദേ ഓഫൺ ലീഡ് ടു ഫാറ്റലൈറ്റീസ് ഇൻ ദ US. അപ്പം മെഡിക്കൽ എററിനെ കുറിച്ചല്ല ക്വസ്റ്റ്യൻ. ഈ പാരഗ്രാഫിൽ പറയുന്നത് ഒന്ന്, സയൻറ്റിസ്റ്റുകൾ അവർ ഒരു മെഷീൻ നിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്, മെഷീനെക്കുറിച്ച് പറയുന്നുണ്ട്. രണ്ടാമത്തേത് പറയുന്നത് മെഡിക്കൽ എറേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തേത് അവർ പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനായിട്ടുള്ള ഇൻകറക്റ്റ് ഡയഗ്നോസിസിനെ കുറിച്ചാണ്. ഇപ്പോൾ ഇൻകറക്റ്റ് ഡയഗ്നോസിസിനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് നമ്മൾ നോക്കിയാൽ മതി. മറ്റ് മെഷീനെക്കുറിച്ചോ മെഡിക്കൽ എറേഴ്സിനെ കുറിച്ചോ പറയുന്നതിൻ്റെ ആൻസർ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇൻകറക്റ്റ് ഡയഗ്നോസിസിനെ കുറിച്ച് അവർ കൊടുക്കുന്നത് എന്താണ്? ദേ ഓഫൺ ലീഡ് ടു ഫെർട്ടിലൈറ്റീസ് ഇൻ ദ US. അവർ എപ്പോഴും ലീഡ് ചെയ്യുന്നു എന്തിന്? മരണത്തിന് ഒരു കാരണമാണ്. US-ലെ ഒരു മരണത്തിൻ്റെ ഒരു കാരണമാണ് ഇൻകറക്റ്റ് ഡയഗ്നോസിസ് എന്നുള്ളതാണോ? ദേ മോസ്റ്റ്ലി റിസൾട്ട് ഫ്രം മെഡിക്കൽ എറേഴ്സ്. അവർ ഇൻകറക്റ്റ് ഡയഗ്നോസിസ് എപ്പോഴും മെഡിക്കൽ എറേഴ്സിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓപ്ഷൻ വൈസ് നോക്കാം, ബി നോക്കാം. അവർ എപ്പോഴും മെഡിക്കൽ എറേഴ്സിൽ നിന്നാണ് ഇൻകറക്റ്റ് ഡയഗ്നോസിസ് ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടോ? ഫൗണ്ട് ദാറ്റ് മെഡിക്കൽ എറർ ഈസ് ദ തേർഡ് ലീഡിങ് കോസ് ഓഫ്. മെഡിക്കൽ എററാണ് മൂന്നാമത്തെ കാരണം US-ലെ മരണത്തിൻ്റെ. അത് മെഡിക്കൽ എറേഴ്സിൽ നിന്നാണ് ഇൻകറക്റ്റ് ഡയഗ്നോസിസ് ഉണ്ടാവുന്നത് എന്ന് പറയുന്നുണ്ടോ? ഇല്ല, അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് അവരവിടെ തന്നിട്ടില്ല. നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. അതൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വരും, പക്ഷേ അവരവിടെ തന്നിട്ടില്ല. മെഡിക്കൽ എറേഴ്സിൽ നിന്നും ഇൻകറക്റ്റ് ഡയഗ്നോസിസ് ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടില്ല. മെഡിക്കൽ എറേഴ്സിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതാണ് US-ലെ മൂന്നാമത്തെ മരണകാരണം. അതുപോലെ തന്നെ
ഇൻകറക്റ്റ് ഡയഗ്നോസിസിനെ കുറിച്ചും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. സിഗ്നിഫിക്കൻ്റ് ആണ്. മരണം യു എസിൽ ഒരുപാട് ഉണ്ടാവാനായിട്ടുള്ളതിന് ഒരു പ്രധാന കാരണമാണ് ഇൻകറക്റ്റ് ഡയഗ്നോസിസ് എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിരിക്കുന്നത്. നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ദേ ആർ ദ തേർഡ് ലീഡിങ് കോസ് ഓഫ് ഡെത്ത് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. യെസ്, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ പാരഗ്രാഫിൽ തന്നിട്ടുണ്ട്. പക്ഷേ നോട്ട് എബൌട്ട് ഇൻകറക്റ്റ് ഡയഗ്നോസിസ്, ദാറ്റ് ഈസ് എബൌട്ട് മെഡിക്കൽ എററിനെ കുറിച്ചാണ് അവർ തന്നിരിക്കുന്നത്. സോ ഈസിലി യു ക്യാൻ എലിമിനേറ്റ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ദിസ് ഓപ്ഷൻ യു ക്യാൻ ഈസിലി എലിമിനേറ്റ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവരവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നോട്ട് എബൌട്ട് ഇൻകറക്റ്റ് ഡയഗ്നോസിസിനെ കുറിച്ചാണ്. അതാണ് പറയുന്നത്. നമ്മളിപ്പോൾ നോക്കി, ഓക്കെ, സി മിക്ക പിള്ളേരും വായിച്ചിട്ട് മീനിങ് മനസ്സിലാവാത്തവർ പെട്ടെന്ന് തന്നെ സി എഴുതും. ആ സി മീനിങ് സി വരുന്നത് നമുക്ക് മെഡിക്കൽ എറേഴ്സിനെ കുറിച്ചാണ് വന്നിരിക്കുന്നത്, ഇൻകറക്റ്റിനെ കുറിച്ചല്ല വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായാലാണ്, എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്നുള്ള അർത്ഥം മനസ്സിലായാലാണ് നമുക്ക് ആൻസർ ചൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സി നമുക്ക് ഈസിലി വി ക്യാൻ എലിമിനേറ്റ് ദാറ്റ്. ഡി വരുവാണ്. ദേ ആർ ദ റീസൺ ഫോർ 1 in every 3 deaths in the US. ഓക്കെ, നോട്ട് ഗിവൺ ആണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു 3 മരണത്തിന് 1 മരണകാരണം ഇൻകറക്റ്റ് ഡയഗ്നോസിസ് ആണെന്ന് ഇവിടെ തന്നിട്ടില്ല. നോട്ട് ഗിവൺ ആണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കത് ഈസിലി എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ സി ഈസിലി എലിമിനേറ്റ് ചെയ്തു, ഡി എലിമിനേറ്റ് ചെയ്തു, ബി ഓൾസോ ബി എലിമിനേറ്റഡ്. കാരണം മെഡിക്കൽ എറേഴ്സ് എന്നുള്ളൊരു വാക്ക് തന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. നമ്മുടെ ഇൻകറക്റ്റ് ഡയഗ്നോസിനെ കുറിച്ച് തന്നിട്ടുണ്ട്. പക്ഷേ മെഡിക്കൽ എറേഴ്സ് മൂലമാണ് ഇൻകറക്റ്റ് ഡയഗ്നോസിസ് ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ എങ്ങനെ വേണം ഒരു ഇംഗ്ലീഷിൽ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ മെഡിക്കൽ എറേഴ്സിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഒരു കോമയൊക്കെ ഇട്ടിട്ട് ദിസ് ഈസ് ദ റീസൺ ഫോർ, അല്ലെങ്കിൽ 1 of the reasons for ഇൻകറക്റ്റ് ഡയഗ്നോസിസ് എന്ന് കൊടുക്കണമായിരുന്നു. എന്നാലാണ് ആ ഒരു ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതവിടെ കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ മെഡിക്കൽ എറേഴ്സ് എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം ഒരു കോമ ഇട്ടിട്ട് ദീസ് ക്യാൻ ലീഡ് ടു ഇൻകറക്റ്റ് ഡയഗ്നോസിസ് എന്ന് പറയണം. അല്ലെങ്കിൽ ഇൻകറക്റ്റ് ഡയഗ്നോസിസ് ഈസ് ദ മോസ്റ്റ്ലി കോസ് ഫ്രം മെഡിക്കൽ എറേഴ്സ് എന്ന് പറയണം. അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരണം. അത് അവരവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ബിയും ഈസിലി എലിമിനേറ്റ് ചെയ്യാം. ഇങ്ങനെ 3 എലിമിനേറ്റ് ചെയ്താൽ അടുത്ത ഓപ്ഷൻ ആണോ എന്നുള്ളതിന് നിങ്ങൾ ഒത്തിരി സമയം വേസ്റ്റ് ചെയ്യണ്ട. അത് തന്നെ എടുത്തോളൂ. അത് തന്നെയാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ചിന്തിച്ചുകൊണ്ട് നിൽക്കണ്ട. ചിലപ്പം ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു ഗെറ്റ് ദ ആൻസർ. എ ഒന്നും നമുക്ക് കിട്ടാനായിട്ട് നമ്മുടെ പാരഗ്രാഫിൽ നിന്ന് കിട്ടാൻ ഇത്തിരി ഫീൽ ചെയ്യും ഡിഫിക്കൾട്ടി. പക്ഷെ അത് ചിന്തിച്ചുകൊണ്ട് നിൽക്കണ്ട. എ ആണ്. കാരണം നമ്മൾ 3 എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. എലിമിനേറ്റ് ചെയ്ത് കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി ഒന്നുകൂടി കൂടി എവിടെയാണ് കിടക്കുന്നതെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ദേ ഓഫൺ ലീഡ് ടു ഫാറ്റലൈറ്റീസ് ഇൻ ദ US. അത് ഫാറ്റലൈറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാമോ? മരണം. US ഒരു മരണത്തിന് അത് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇൻകറക്റ്റ് ഡയഗ്നോസിസ്. അതവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. മെഡിക്കൽ എറേഴ്സും മരണത്തിന് കാരണമാകുന്നു. അതുപോലെ തന്നെ എ സിഗ്നിഫിക്കൻറ്റ് ചങ്ക് ഓഫ് ദാറ്റ് ഈസ് ഇൻകറക്റ്റ് ഡയഗ്നോസിസ്. മറ്റൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണം കൂടി എന്താണ്? ഇൻകറക്റ്റ് ഡയഗ്നോസിസ് ആണ്. അപ്പോൾ മെഡിക്കൽ എറേഴ്സും മരണത്തിന് കാരണമാകുന്നു. അതുപോലെ തന്നെ ഇൻകറക്റ്റ് ഡയഗ്നോസിസും മരണത്തിന് കാരണമാകുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എ ആണ് ഓപ്ഷൻ. ഇനി അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അപ്പോൾ മെഡിക്കൽ എറേഴ്സ് മരണത്തിന് കാരണമാകുന്നു, ഇൻകറക്റ്റ് ഡയഗ്നോസിസും ആകുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് സി ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ പറ്റാത്തത്? രണ്ടും ഒരുപോലെയല്ലേ എന്ന് ചോദിക്കുന്ന പിള്ളേരോടാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം വൃത്തിയായിട്ട് മനസ്സിലാക്കണം. ഇൻകറക്റ്റ് ഡയഗ്നോസിസിനെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് കാരണമാകുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തേർഡ് ലീഡിങ് കോസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ എറേഴ്സിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സി നമ്മൾ എലിമിനേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? എ ആണ്. വളരെ കൃത്യമായിട്ട് ഞാൻ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് വായിച്ചു നോക്കി കൃത്യമായിട്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്ന് പറഞ്ഞു തന്നോണക്ക് തന്നെ ചെയ്യാനായിട്ട് നോക്കുക. കൂടുതൽ ബി പാർട്ടും സി പാർട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക. എളുപ്പമുള്ള ഭാഗത്തേക്കാൾ കൂടുതൽ
പാടുള്ള ഭാഗം കൂടുതലായിട്ട് ചെയ്യുക. ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.